رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لعمرك إنهم لفي سكرتهم يعمهون فأخذتهم الصيحة مشرقين فجعلنا عاليها سافلها وأمطرنا عليهم حجارة من سجيل إن في ذلك لآيات للمتوسمين وإنها لبسبيل مقيم إن في ذلك لآية للمؤمنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരു സമൂഹവും ചെയ്തിട്ടില്ലാത്ത വൃത്തികെട്ട രീതിയിലുള്ള ലൈംഗിക ഇടപാട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സമൂഹം ശിർക്കും കുഫറും അതുപോലെയുള്ള എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകൾക്കും പുറമെ ലൈംഗികമായ രംഗത്തുള്ള ഈ സ്വവർഗരതി എന്ന് പറയുന്ന നീചവും നികൃഷ്ടവുമായ വൃത്തികെട്ട ഒരു സംസ്കാരത്തിന്റെ ഉടമകളായിരുന്ന ഒരു സമൂഹത്തിലേക്ക് നിയുക്തനായ മഹാനായ പ്രവാചകനായിരുന്നു ലൂത്ത് അലൈഹിസ്സലാം. അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. ആ സമൂഹത്തിന് ഉത്ബോധനങ്ങൾ ചെവിക്കൊള്ളാതായപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ആ സമൂഹത്തിന് ഇറങ്ങാനുള്ള സന്ദർഭം എത്തിച്ചേർന്നതും അതിനു വേണ്ടി നിയുക്തരായ മഹാന്മാരായ മലക്കുകൾ മനുഷ്യവേഷം പൂണ്ട് അതിഥികളെന്ന ഭാവേന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് എത്തിയതും തങ്ങൾക്ക് ഏറ്റവും വലിയ ഇരകളെ കിട്ടി എന്ന സന്തോഷത്തോടെ ധിക്കാരികളായ ആ ജനത മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭവനത്തിലേക്ക് ഇരച്ചു കയറിയതും നീചവും നികൃഷ്ടവുമായ സ്വവർഗരതി എന്ന് പറയുന്ന തോന്നിവാസത്തിന് വേണ്ടി അവർ അതിഥികളെ ഉപയോഗപ്പെടുത്തുവാൻ ഒരുങ്ങിയതുമെല്ലാം കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടതാണ്. അതിഥികളായ ഈ മനുഷ്യന്മാരെ, ഈ ആളുകളെ കയ്യേറ്റം ചെയ്യുവാനും അവരുടെ ലൈംഗികമായ അതിക്രമങ്ങൾക്ക് വിധേയരാക്കുവാനും തുനിഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാം റബ്ബിനോട് മനസ്സ് പൊട്ടിക്കൊണ്ട് ദുആ ചെയ്യുകയും ആ സമയത്ത് വന്നവരായ മനുഷ്യവേഷം പൂണ്ട അതിഥികളാകുന്ന മലക്കുകൾ ലൂത്ത് അലൈഹിസ്സലാമിനെ സമാധാനിപ്പിച്ചു. ലാ തഖഫ് വലാ തഹ്സൻ, ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ടതില്ല, താങ്കളെയും താങ്കളിൽ വിശ്വസിച്ചവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, ഇവരെ ശിക്ഷിക്കാൻ വേണ്ടി നിയുക്തരായ ആളുകളാണ് ഞങ്ങൾ എന്ന്. അങ്ങനെ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ തുടർ നടപടികളായിക്കൊണ്ട് താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടാകേണ്ടത് എന്ന് മഹാന്മാരായ മലക്കുകൾ അറിയിപ്പ് കൊടുക്കുകയാണ്. മനുഷ്യവേഷത്തിലാണ് അവരുള്ളത്. ധാരാളം മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതുപോലെ ആ വന്നവർ മഹാന്മാരായ മലക്കുകൾ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ അലൈഹിമുസ്സലാം ഇവരൊക്കെ തന്നെയാണെന്ന് പല അഭിപ്രായങ്ങളിലൂടെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുവാൻ സാധിക്കും. മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിനോട്
ശിക്ഷ വരുന്നതിന്റെ മുന്നോടിയായിക്കൊണ്ട്, ലോകത്തൊരിക്കലും കണ്ടിട്ടില്ലാത്ത നിലക്കുള്ള ശിക്ഷ ആ രാജ്യക്കാർക്ക് വരാൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നതിന്റെ മുന്നോടിയായി അള്ളാഹുവിന്റെ ആ ദൂതന്മാര് മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഫഅസ്രി ബിഅഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈൽ വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ലാ ഇംറഅതക ഇന്നഹു മുസീബുഹാ മാ അസാബഹും ഇന്ന മൗഇദഹുമുസ് സുബ്ഹ് അലൈസ അസ്സുബ്ഹു ബിഖരീബ്. മഹാനായ പ്രവാചകൻ ലൂത്ത് നബിയോട് അതിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് പറയാണ്. ശിക്ഷ വരുന്നതിന്റെ മുന്നോടിയായി തന്നെ ആദ്യഘട്ടത്തിൽ ഒരു ശിക്ഷ അവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. ഭവനത്തിലേക്ക് എരച്ചു കയറാനും കയ്യേറ്റം ചെയ്യാനും മുതിർന്ന ഈ വൃത്തികെട്ട സ്വവർഗരതി എന്ന് പറയുന്ന സമ്പ്രദായത്തിന് തുനിഞ്ഞ ജനങ്ങളെ അവരുടെ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന നിലക്കുള്ള പ്രവർത്തനമാണ് ആദ്യം നടന്നത്. മലായിക്കത്തിന്റെ ഒരു ചെറു സ്പർശനത്തിലൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. ആദ്യപടി അതാണ് ഉണ്ടായത്. ആ സമൂഹത്തിന്റെ കാഴ്ച അങ്ങ് പോയി. പെട്ടെന്ന് അവരുടെ ആരുടെയും കണ്ണുകൾ കാണാതായി, അവർ അന്ധരായി. തപ്പിത്തടഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്ന വേളയിലും എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവർ ഭീഷണി മുഴക്കുകയാണ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ നേരെ. ഞങ്ങൾ ഇപ്പോൾ മടങ്ങിപ്പോകുന്നു, പക്ഷേ ഞങ്ങൾ രാവിലെ വരും, ശക്തമായ നിലക്ക് ഞങ്ങൾ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ കടന്നു വരും, ഞങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ ഇവിടെയുണ്ട്, അത് ഞങ്ങൾ ഉപയോഗിച്ചേ പിൻവാങ്ങൂ എന്നും പറഞ്ഞു ലൂത്ത് അലൈഹിസ്സലാമിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അന്ധത ബാധിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഞങ്ങളുടെ കണ്ണ് കാണാതാകുന്നു എന്ന് പോലും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലാതെ, വിചാരമില്ലാതെ, വീണ്ടും വിചാരമില്ലാതെ ആ ജനങ്ങൾ ഭീഷണി മുഴക്കിക്കൊണ്ട് തിരിച്ചു പോവുകയാണ്. അവരുടെ ദൃഷ്ടികൾ, അവരുടെ കാഴ്ചകളെ നാം പോക്കിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് റാവദൂഹു അൻ ദൈഫിഹി ഫതമസ്നാ അഅ്യുനഹും ഫദൂഖൂ അദാബി വനുദുർ. വലഖദ് റാവദൂഹു അൻ ദൈഫിഹി. ലൂത്ത് അലൈഹിസ്സലാമിന്റെ അതിഥികളെ കയ്യേറ്റം ചെയ്യാനും പ്രാപിക്കാനും അവർ മുതിർന്നു, അവർ ശ്രമം നടത്തി. അപ്പോഴേക്ക് അതിനവർക്ക് പറ്റിയില്ല. ഫതമസ്നാ അഅ്യുനഹും. അവരുടെ കണ്ണുകളെ നാം പോക്കിക്കളഞ്ഞു. പെട്ടെന്ന് അവരുടെ കാഴ്ച അങ്ങ് പോയി. എല്ലാവരും അന്ധന്മാരാണ് അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ. അവർക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചത്. അപ്പോഴും ധിക്കാരം അവരുടെ തലക്കത്രയും പിടികൂടിയിരിക്കുകയാണ്. അങ്ങനെ ഫദൂഖൂ അദാബി വനുദർ, എന്റെ ശിക്ഷയും എന്റെ മുന്നറിയിപ്പുകളും ഒക്കെ ആസ്വദിച്ചോളൂ എന്ന കൽപ്പന അവർക്കുണ്ടായി. അതുകൊണ്ടൊന്നും ഒരു പാഠം പഠിച്ചില്ല, ഇനിയും വരുന്നു പറഞ്ഞിട്ട് അവർ തൽക്കാലം വിടവാങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല അതിനെ സംബന്ധിച്ച് പറയുന്നു, ആരെന്ത് കുതന്ത്രങ്ങൾ പ്രവർത്തിച്ചാലും വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. റബ്ബിന്റെ തന്ത്രങ്ങളുടെ മീതെ ആരുടെയും തന്ത്രങ്ങൾ വിലപ്പോവുകയില്ല എന്ന പൊതുതത്വം ഇസ്ലാം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു. എത്ര വലിയ ശക്തികളാണെങ്കിലും, എത്ര വലിയവന്മാരാണെങ്കിലും, എത്ര വലിയ രൂപത്തിലുള്ള സജ്ജീകരണങ്ങളുടെ ഉടമകളാണെങ്കിലും, കുതർക്കത്തിനും കുതന്ത്രത്തിനും മുതിർന്നവർക്കൊന്നും രക്ഷയില്ല, നിലനിൽപ്പില്ലെന്നും അവരൊക്കെയും നശിപ്പിക്കപ്പെട്ട ചരിത്രമേയുള്ളൂവെന്നും ഇസ്ലാം അടിക്കടി തന്നെ നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മലക്കുകളുടെ നിർദ്ദേശം ലൂത്ത് അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവർ അറിയിച്ചു. ഫഅസ്സിരി ബിഅഹ്ലിക. മഹാനായ പ്രവാചകനോട് പറഞ്ഞു, ലൂത്ത് അലൈഹിസ്സലാമിനോട് മലക്കുകൾ ആവശ്യപ്പെടുകയാണ്, ആകയാൽ ഇവിടെ ശിക്ഷ വരാൻ പോവാണ് നബിയെ. ഫഅസ്സിരി ബിഅഹ്ലിക. താങ്കളുടെ കുടുംബത്തെയും കൊണ്ട് നിങ്ങൾ രാത്രിയിൽ പോകണം ഇവിടെ നിന്ന്. ഇനി വൈകിച്ചുകൂടാ. ഇന്നത്തെ രാത്രിയിൽ തങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് നിങ്ങൾ ഈ നാട് വിടണം. ബിഖത്ഇൻ മിനൽ ലൈൽ. രാത്രിയിലെ ഒരു യാമത്തിൽ, രാത്രിയാണ് ഇനി രാത്രി വരാൻ പോകുന്ന രാത്രി, ആ രാത്രിയുടെ ഒരു ഭാഗത്ത്, രാത്രി സമയത്ത് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് പോകണം നബിയേ. വലാ യൽതഫിത് മിൻകും അഹദുൻ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കരുത്. പോകുമ്പോൾ തിരിഞ്ഞു നോക്കരുത്. ഗുരുതരമായ നിലക്കുള്ള ഘോരമായ ശബ്ദവും അട്ടഹാസങ്ങളും ശിക്ഷയുമാണ് ഇറങ്ങാൻ പോകുന്നത്. പോകുന്ന വഴിക്കിങ്ങനെ ഘോര ശബ്ദങ്ങളും അത്ഭുതകരമായ അട്ടഹാസങ്ങളും ഒക്കെ കേട്ടെന്നു വരും. അത് കേൾക്കുമ്പോ നബിയെ നിങ്ങളും കുടുംബവും തിരിഞ്ഞു നോക്കരുതേ. കാരണം തിരിഞ്ഞു നോട്ടം കൊണ്ട്
ഒരു ദർശനം കൊണ്ട് നോക്കിയവനെയും ബാധിക്കുന്ന ശിക്ഷയാ വരാൻ പോകുന്നത്. അള്ളാഹുവിന്റെ ഖുദറത്താണ്, റബ്ബിന്റെ ശിക്ഷയാണ്. നോക്കിയാൽ തന്നെ ബാധിക്കുന്ന ശിക്ഷ. അതുകൊണ്ടാ തിരിഞ്ഞു നോക്കരുതെന്ന് പറയുന്നത്. തിരിഞ്ഞു നോക്കിയവനും പെട്ടുപോകും. അതുകൊണ്ട് പോകുന്ന നബിയോട് പറയുകയാണ്, കുടുംബത്തെയും കൂട്ടി പോകുമ്പോ എത്ര അത്ഭുതകരവും അതുപോലെ തന്നെ ഘോരവും ഭീകരവും ബീഭത്സവുമായ ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല നബിയേ. വലാ യൽതഫിതു മിൻകും അഹദുൻ, ഒരാളും തിരിഞ്ഞു നോക്കരുത്. ഇല്ലംറഅതക്. ഇവിടെ രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, ലൂത്ത് അലൈഹിസ്സലാമിന്റെ കൂടെ കുടുംബം പോയിട്ടുണ്ട്, പക്ഷെ ഭാര്യ തിരിഞ്ഞു നോക്കും നബിയെ, അവൾ ശിക്ഷിക്കപ്പെടും. തിരിഞ്ഞു നോക്കും, അവൾ ഈ കൽപ്പന അനുസരിക്കൂല. അതല്ലെങ്കിൽ ഫഅസ്രി ബി അഹ്ലിക, താങ്കളുടെ കുടുംബത്തെയും കൊണ്ട് പൊയ്ക്കോളൂ, ഭാര്യയെ കൂട്ടേണ്ടതില്ല. കാരണം ലൂത്ത് അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിട്ടുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, മഹാനായ പ്രവാചകനിൽ വിശ്വസിച്ചിട്ടുള്ളത് സ്വന്തം പെൺമക്കൾ മാത്രമാണ്. ആൺമക്കൾ അദ്ദേഹത്തിന് ഇല്ലതാനും. ആ ഒരൊറ്റ കുടുംബം മാത്രമാണ് ആ സദൂം എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിമീങ്ങളുടെ വീടായിട്ടുള്ളത്. ഫഖറജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ. ആ നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി. അല്ലാഹ് പറയാണ്, വിശ്വാസികളെ മുഴുവനും പുറത്തേക്ക് കൊണ്ടുപോയി ആ വൃത്തികെട്ട നാട്ടിൽ നിന്ന്. അങ്ങനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ അധികമുണ്ടെന്നൊന്നും നമ്മൾ ധരിക്കണ്ട. തുടർന്നുകൊണ്ട് റബ്ബ് പറയുന്നുണ്ട്, ഫമാ വജദ്നാ ഫീഹാ, ആ പ്രദേശത്ത് നാം കണ്ടെത്തിയിട്ടില്ല ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വീടല്ലാതെ. അത് ലൂത്ത് നബിയുടെ വീടാ, അതിൽ തന്നെ ഭാര്യ വിശ്വസിച്ചിട്ടില്ല. ഈ ആളുകളോട് പോകാൻ പറയാണ്, അങ്ങനെ രാത്രിയിൽ പോകാൻ പറയുന്നു. ആ അവസരത്തിൽ ഭാര്യ പോവില്ല. ഇന്നഹു മുസീബുഹാ മാ സാബഹും, ആ നാട്ടുകാർക്ക് ബാധിക്കാൻ പോകുന്ന അത്യന്തം ഗൗരവതരവും ഗുരുതരവുമായ ശിക്ഷ അവളെയും പിടികൂടാൻ പോവുകയാണ്. ഇന്ന മൗഇദഹുമുസ് സുബ്ഹ് അലൈസ സുബ്ഹു ബിഖരീബ്. ലൂത്ത് അലൈഹിസ്സലാം പിന്നെയും ചോദിക്കുകയാണ് അവരോട്, എപ്പോഴാണ്, ഉടനെ ഉണ്ടാകുമോ ശിക്ഷ, പെട്ടെന്ന് പോകേണ്ടതുണ്ടോ? മലക്കുകൾ പറയുന്നു, ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്, അവർക്കുള്ള വാഗ്ദാനം ചെയ്യപ്പെട്ട, അവർക്ക് ശിക്ഷ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വാഗ്ദാന സമയം പ്രഭാതമാണ്. അതിപ്പ അടുത്തല്ലേ. അലൈസ സുബ്ഹു ബിഖരീബ്, പ്രഭാതം വളരെ അടുത്തല്ലയോ? അങ്ങനെ ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ മലക്കുകൾ കൃത്യമായി പുറപ്പെടാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. വലാ യൽതഫിതു മിൻകും അഹദുൻ, ആ കൽപ്പന ഖുർആനിൽ പലയിടത്തും കാണാം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കി പോകരുത്. പിന്നെ മറിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ? വംദൂ ഹൈസു തുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ട സ്ഥലത്തേക്ക് പൊയ്ക്കോളണം, തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതെന്തോ ഒരു അത്ഭുതകരമായ ഹിക്മത്താണ്. തിരിഞ്ഞു നോക്കിയതിലേക്കും ബാധിക്കുന്ന ശിക്ഷ, അവനും ചാമ്പലായി പോകുന്ന നിലക്കുള്ള അത്യന്തം ഗുരുതരമായ. കാരണം ലോകത്ത് ഇത്ര വൃത്തികേട് ചെയ്തൊരു സമൂഹം മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വൃത്തികെട്ട നിലക്കുള്ള ശിക്ഷയാ വരാൻ പോകുന്നത്. നോക്കിയാൽ പോലും, ദൂരെ നിന്ന് ശിക്ഷ നടപ്പാക്കുന്നിടത്ത് നോക്കിയാൽ പോലും നോക്കിയവനെ ശിക്ഷ ബാധിക്കുമെന്ന് വരുന്ന അത്ഭുതകരമായ ശിക്ഷ ഒരു രാജ്യത്തെ ആകെ തകിടം മറിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് പറഞ്ഞു, വിശ്വസിച്ചവരെയും കൂട്ടി നേരെ മുന്നോട്ട് നടന്നു പോയിക്കൊള്ളണം. വംദൂ ഹൈസു തുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ട ഇടത്തേക്ക് പോയിക്കൊള്ളുക. ഒരു വഴികാട്ടിയുടെ പിന്നാലെ പോകും പോലെ നടന്നു പോകാൻ അവർക്ക് നിർദ്ദേശമായി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ കൂടെ വന്നില്ല. വേറെ റിപ്പോർട്ടിൽ പിന്നാലെ കൂടിയിരുന്നു, പക്ഷേ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അവളെയും ബാധിച്ചു കഴിഞ്ഞു എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം. എന്നാൽ അധിക മുഫസ്സിരീങ്ങളും പറഞ്ഞത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കൊണ്ടുപോയിട്ടില്ല, പോകാനും തയ്യാറായിട്ടില്ല എന്നതാണ്. ഏതായിരുന്നാലും വിശ്വാസികൾ ആ ഒരൊറ്റ വീട്ടിൽ തന്നെയാണുള്ളത്. പ്രഭാതം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ നേരമാകുമ്പോഴേക്ക് ശക്തമായ അട്ടഹാസം, പ്രകമ്പനം അവരെ പിടികൂടി. എന്താ സംഭവിച്ചത്? فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود مسومة عند ربك وما هي من الظالمين ببعيد. നമ്മുടെ കൽപ്പന വന്നപ്പോൾ
മലക്കുകൾക്ക് റബ്ബ് ഓർഡർ കൊടുക്കുകയാണ്, ആ നാട്ടുകാരെ ശിക്ഷിക്കാൻ ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ ജഅൽനാമാക്കി തീർത്തു ആലിയഹാ, ആ സദൂം പ്രദേശക്കാരുടെ മുകൾ ഭാഗത്തെയാക്കി സാഫിലഹ, അടിഭാഗത്തേക്ക് മലർത്തിയടിച്ചു. അത് വിവരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, ഖത്താദ റഹിമഹുല്ലാ, ഇമാം സുദ്ദി റഹിമഹുല്ലാ പോലെയുള്ള ധാരാളക്കണക്കിന് പിൽക്കാല താബിഈങ്ങളായ സഹാബിമാരെ കണ്ട താബിഈങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഭൂമിയെ അങ്ങ് അടിയോടെ അങ്ങ് പിഴുതെടുത്തിട്ട് ആ വീടിനെയും അവരുടെ ഭൂമിയെയും വീടുകളെയും ഒക്കെ ആകാശത്തിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് താഴോട്ടൊരൊറ്റ മലർത്തിയടിക്കലാണ്. മുകൾ ഭാഗം താഴെ വരുന്ന നിലക്കങ്ങ് മലർത്തിയടിക്കുന്നു. ചൂള വെക്കപ്പെട്ട ഇഷ്ടിക കല്ലുകൾ കൊണ്ടുള്ള കല്ല് മഴയാണ് പിന്നെ അവിടെ പെയ്തത്. കീഴ്മേൽ മറിക്കപ്പെട്ടു. ഇതാണ് ആ നാട്ടുകാർക്ക് കിട്ടിയ ശിക്ഷ. അടിയോടെ അങ്ങ് പിഴുതെടുത്തു. ആ നാട് പിഴുതെടുത്ത് നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ആകാശലോകത്തുള്ള മലക്കുകൾ വരെ ഇവിടെയുള്ള മനുഷ്യരുടെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും പട്ടികളുടെയും ശബ്ദങ്ങൾ കേൾക്കുമാറ് ആകാശത്തിലേക്ക് അങ്ങ് പൊക്കിയിട്ട് നേരെ താഴേട്ട് മലർത്തിയടിച്ച് അതിന്റെ പുറമേ വാം തൊർന അലൈഹിം, ആ മഴയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വാം തൊർന അലൈഹിം ഹിജാറത്തും മിൻ സിജ്ജീൽ, ചൂള വെക്കപ്പെട്ട കല്ലുകളാണ് പെയ്യുന്നത്. കല്ല് മഴയാണ്, വെള്ളമല്ല. കല്ലുകളുടെ മഴയാണ്, ചരൽക്കല്ലിന്റെ വർഷമാണ്. മന്ദോത് അട്ടിയട്ടിയായി നിലക്ക് ചൂള വെക്കപ്പെട്ട ഇഷ്ടിക കല്ലുകളാണ്. ആ കല്ലുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മുസവ്വമതൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് അടയാളം വെക്കപ്പെട്ട കല്ലുകളായിരുന്നു. ആരുടെയൊക്കെ മീതെ ഏതൊക്കെ കല്ല് വന്ന് വീഴണം എന്ന് പേര് വരെ എഴുതി വെക്കപ്പെട്ട, അടയാളം വരെ കൊത്തിവെക്കപ്പെട്ട, അഗ്നിയിൽ കത്തിച്ച രൂപത്തിലുള്ള കത്തിപ്പടരുന്നുകൊണ്ടിരിക്കുന്ന തീമഴയോടൊപ്പമുള്ള കല്ലുമഴയാണ് പെയ്യുന്നത്. ആ നിലക്ക് ചൂളയിൽ വെക്കപ്പെട്ട് ഉരുക്കിയെടുത്തിട്ടുള്ള പ്രത്യേകമായ ആ രൂപത്തിലുള്ള വലിയ കല്ലുകളാണ് അവരുടെ മേലെ മഴയായി കൊണ്ട് വർഷിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ മുതവസ്സിമീൻ വഇന്നഹാ ലബിസബീലിൻ മുഖീം ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ. തീർച്ചയായും ഇതിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവർക്ക് വമ്പിച്ച ദൃഷ്ടാന്തങ്ങളുണ്ട്. മുതവസ്സിമീൻ, ആലോചിക്കുന്ന ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഈ നാട്ടുകാർക്ക് നൽകപ്പെട്ടിട്ടുള്ള ശിക്ഷയിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇന്നഹാ ലബിസബീലിൻ മുഖീം, തീർച്ചയായും ആ രാജ്യം ഇന്നും നിലനിന്നു വരുന്ന ഒരു പാതയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്നും കാണാവുന്ന നിലക്ക്. അതാണ് ഇന്ന് ജോർഡാനിലും അതുപോലെ തന്നെ ഇസ്രായേലിലുമായി സ്ഥിതി ചെയ്യുന്ന ചാവുത്തടാകം, അതല്ലെങ്കിൽ ഡെഡ് സീ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന ആ പ്രദേശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്നാണ് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്. കീഴ്മേൽ മറിക്കപ്പെട്ട രാജ്യമാണത്. വൽ മുഅ്തഫികത ഹുവാ ഫഗശാ മാ ഗശാ, അടിമേൽ മറിക്കപ്പെട്ട ഈ ഭാഗം മുഅ്തഫികാത്ത്, അങ്ങോട്ട് അടിയിൽ നിന്ന് അങ്ങോട്ട് പറിച്ചു നേരെ അപ്പം ചുട്ടുന്ന അതേ ആ പാത്രത്തിൽ നിന്ന് അപ്പം അങ്ങ് ഈ പ്രത്യേക ഉപകരണത്തിൽ അങ്ങ് കോരിയിട്ട് മറിച്ചിടും പോലെ അതിന്റെ മുകൾ ഭാഗം താഴേക്ക് വരുന്ന നിലക്കങ്ങ് മലർത്തിയടിച്ചിട്ട് പോരാ ശക്തമായ നിലക്ക് ആകാശലോകത്ത് വെച്ച് അടയാളം രേഖപ്പെടുത്തിപ്പെട്ട നിലയിൽ കത്തിജ്വലിക്കുന്ന നിലക്ക് ഉരുക്കി പ്രത്യേകം തയ്യാറാക്കി ചൂള വെക്കപ്പെട്ട നിലക്കുള്ള പ്രത്യേക ഇഷ്ടിക കല്ലുകളിലൂടെയുള്ള കല്ലുമഴയും വർഷിച്ചു കഴിഞ്ഞ് ആ നാടൊട്ടാകെ പ്രത്യേകമായ നിലക്കുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക്, നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്.
തീർച്ചയായും ആ രാജ്യം ഇന്നും നിലനിന്ന് വരുന്ന സമൂഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നടപ്പാതയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അന്ന് യാത്ര പോകുന്ന അറബികളെ മനസ്സിലാക്കി കൊടുക്കുന്ന നിലക്കും അവര് കച്ചവടത്തിനും മറ്റുമൊക്കെ പോകുമ്പോൾ ശിക്ഷ നടന്ന പ്രദേശം തന്നെയാണ് ഇതിലൊക്കെ എന്ന് സൂചിപ്പിക്കുന്ന നിലക്ക് അള്ളാഹു പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ, തീർച്ചയായും ഇതിലൊക്കെ ഈമാനുള്ളവർക്ക് ദൃഷ്ടാന്തം തന്നെയുണ്ട്. ഇന്നും ആ കീഴ്മേൽ മറിക്കപ്പെട്ട ആ രാജ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോർഡാനിലും ഇസ്രായേലിലുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡെഡ് സീ അല്ലെങ്കിൽ ചാവു തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഉറപ്പിക്കാൻ പറ്റൂല, അല്ലാഹു അഅലം. കീഴ്മേൽ മറിച്ചു എന്നും കൽമഴ വർഷിച്ചു എന്നുമൊക്കെ ഖുർആൻ പറഞ്ഞ ആ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1300 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുകയാണെന്നാണ് അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള നിരീക്ഷകന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ആ സമുദ്രത്തിലെ വെള്ളത്തിന്റെ അതിന്റെ ഡെൻസിറ്റി, അതിന്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ മറ്റുള്ള സമുദ്രത്തിലെ ജലങ്ങളെ പോലെയല്ല, അതിൽ ഒരാൾ മലർന്നു കിടന്നാൽ താണു പോവുകയില്ല. താഴ്ന്നു പോകാത്ത നിലക്ക് അത്രയും മറ്റുള്ള സമുദ്ര ജലങ്ങളെ അപേക്ഷിച്ച് ഡെൻസിറ്റി അഥവാ അതിന്റെ സാന്ദ്രത വളരെയേറെ കൂടുതലാണ് എന്നും ഒരു ജീവജാലങ്ങൾക്ക് അതിൽ കഴിഞ്ഞുകൂടാൻ കഴിയാത്തത്ര നിലക്ക് ഒരു ജീവിക്കതിൽ ജീവിക്കാൻ കഴിയില്ല. ബാക്ടീരിയകൾ പോലും ആ ജലത്തിൽ ഇല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞ ആ രാജ്യം അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് ഏത് കാലത്തും മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി കൊണ്ട് നിലനിൽക്കുകയാണ്. ലോകത്തോട് പറയുന്നു, വൃത്തികെട്ട ലോകമേ, വൃത്തികേടുകൾ കാണിച്ചവരെ എനിക്ക് വലിപ്പമേറിയിട്ടില്ല എന്ന്. അതാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞത്, ഈമാനുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞത്. ഇന്നും ലോകത്ത് വൃത്തികെട്ട ഈ സംസ്കാരം പരസ്യമായി തന്നെ ഒരു സമൂഹം പലയിടങ്ങളിലുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗരതി എന്ന് പറയുന്ന വൃത്തികെട്ട ഈ സമ്പ്രദായം ആണും തമ്മിലും പെണ്ണും തമ്മിലും കാമപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള വഴികൾ തേടുന്ന മോശപ്പെട്ട ഈ പ്രവർത്തനം അതൊരു ഗൗരവമായ തെറ്റല്ലെന്ന് മനുഷ്യർക്ക് തോന്നിത്തുടങ്ങിയ ഒരു കാലത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത്. കാരണം ആ വൃത്തികേട് പരസ്യമായി ലൈവായി ചിത്രീകരിക്കുകയും കാണുകയും അതൊക്കെ സമൂഹത്തിൽ ഒരു പ്രശ്നമല്ലാത്ത നിലക്ക് അതപ്പതിച്ച ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം വർഗത്തിൽപ്പെട്ടവളെ ഇണയായി സ്വീകരിക്കണം എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും നടക്കുന്നുണ്ട്. സ്വവർഗ വിവാഹത്തിന് അനുവാദം കൊടുത്ത രാഷ്ട്രങ്ങൾ പോലുമുണ്ട്. ആണും തമ്മിലുള്ള വിവാഹ ജീവിതം, പെണ്ണും തമ്മിലുള്ള വിവാഹ ജീവിതത്തിന് സ്വവർഗരതിക്ക് നിയമപരമായി കൊണ്ട് അനുവാദം നടത്തിയിട്ടുള്ള ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. സ്വീഡനിലുണ്ട്, സ്വിറ്റ്സർലൻഡിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, അതുപോലെ തന്നെ പലയിടങ്ങളിലുമുണ്ട്. ഈ വൃത്തികെട്ട സംസ്കാരത്തിന് നിയമപരമായി അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇന്നും ലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് പ്രത്യേക സംഘടനകളുണ്ട്, അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടുന്നുണ്ട്. ലക്ഷക്കണക്കിന് സർക്കുലേഷനുള്ള ലക്ഷക്കണക്കിന് വരിക്കാരുള്ള മാസികകൾ വരെ അവർക്കുണ്ട്. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ പാർലമെന്റിന്റെ മുമ്പിൽ അവർ സത്യാഗ്രഹം വരെ നടത്തിയ ചരിത്രമുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വരെ അത്തരത്തിലുള്ള ശബ്ദങ്ങളും മുദ്രാവാക്യങ്ങളും കേട്ടത് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വതന്ത്രമായി കുടുംബജീവിതം നയിക്കാൻ അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആണും തമ്മിലുള്ള വിവാഹത്തിന് നിയമപരമായി അംഗീകാരം കിട്ടാൻ വേണ്ടി രാജ്യത്തുടനീളം കലാപങ്ങളും അതിനുവേണ്ടിയുള്ള പ്രകടനങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുതെന്നുള്ള ആ രൂപത്തിലുള്ള വൃത്തികെട്ട അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും പോരുകളും ശബ്ദങ്ങളുമൊക്കെ ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടരും. അള്ളാഹുവിന്റെ ശക്തമായ മുന്നറിയിപ്പ് എല്ലാവർക്കുമുണ്ട്. ഈ രൂപത്തിലുള്ള വൃത്തികെട്ട പണി ചെയ്യുന്നവന് എന്താണ് ഇസ്ലാമിന്റെ നിയമം എന്താണ് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഹോസ്റ്റലുകളിൽ, കോളേജ് ഹോസ്റ്റലുകളിൽ, ക്യാമ്പസുകളിൽ, അതുപോലെ തന്നെ പലയിടങ്ങളിലും ഈ രൂപത്തിലുള്ള വൃത്തികെട്ട സംസ്കാരം ഇന്നും നടക്കുന്നു എന്നറിയുമ്പോൾ അതൊരു തെറ്റല്ല, വിചാരം പോലെയൊന്നും അല്ലാതെ എന്ന് കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതൊരു ഹോബിയായി കണ്ട ആളുകളുണ്ട്. കോൾ ഗേളുകളെ കിട്ടാനുള്ളത് പോലെ കോൾ ബോയ്സുകൾ കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഹോട്ടലുകൾ, ഇന്ത്യ രാജ്യത്തിന്റെ 5 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ സമ്പന്നമാണ്. അങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്തേക്ക് വരുന്ന ആൺവേശ്യകളുണ്ട്, പെൺവേശ്യകൾ മാത്രമല്ല ആൺവേശ്യകളുണ്ട്.
ഈ രൂപത്തിലുള്ള വൃത്തികെട്ട സ്വഭാവം എന്താണ് ഇസ്ലാം അതിനെ ഗൗരവമായി കണ്ടിട്ടുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ധാരാളം വചനങ്ങൾ നമുക്ക് കാണാം. ലഅനല്ലാഹ് മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത ചെയ്ത പണി ചെയ്തവർക്കൊക്കെയും ശാപം, അല്ലാഹുവിന്റെ ശാപം. മൽഊനീങ്ങളാണവർ, അഭിശപ്തരാണ്, ശപിക്കപ്പെടേണ്ടവരാണ്. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചിട്ടുണ്ട്. ലഅനല്ലാഹ് മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹ് മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്ത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ എന്ന് പറഞ്ഞ ഇസ്ലാം എത്രത്തോളം സൂക്ഷ്മതയാണ് ആ രംഗത്തൊക്കെ ചെയ്തത്. ഒരു കുടുംബത്തിലെ ബ്രദേഴ്സ് ആണെങ്കിൽ പോലും ഒരു കിടപ്പറയിൽ ഒരേ പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങരുതെന്ന് വരെ ഇസ്ലാം എന്തിനാണ് പറഞ്ഞത്? ആങ്ങളെയും പെങ്ങളും മാത്രമല്ല, 2 ബ്രദേഴ്സ് ആണെങ്കിലും, ഇനി 2 പെൺകുട്ടികളാണെങ്കിലും, സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഒരു പുതപ്പിനുള്ളിൽ ഒരു കട്ടിലിൽ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിക്കൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെയൊക്കെ പിന്നിൽ സുഹൃത്തുക്കളെ യുക്തികളെമ്പാടുമുണ്ട്. ലോകം ഇന്ന് കണ്ണു തുറന്നിട്ടില്ലെങ്കിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദകും ബിസ്സലാത്തി 7 സിനീൻ. നിങ്ങളുടെ കുട്ടികൾ 7 വയസ്സായാൽ നിങ്ങൾ അവരോട് 5 നേരത്തെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വദ്രിബു അലൈഹാ, അവർക്ക് നിങ്ങൾ അടിശിക്ഷ നടപ്പിലാക്കണം നിസ്കാരം അവർ ഒഴിവാക്കിയാൽ. എപ്പോൾ? 10 സിനീൻ, 10 വയസ്സായിട്ടും കുട്ടികൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ശിക്ഷണ രീതികൾ സ്വീകരിക്കണം, ശിക്ഷാമുറകൾ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി ഭാഗം വളരെ ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പറഞ്ഞതിന്റെ ബാക്കി ഭാഗം വളരെ ശ്രദ്ധിക്കാതെ പോകുന്നു നമ്മൾ. നിങ്ങൾ അവരുടെ കിടപ്പ് സ്ഥാനങ്ങളിൽ വേർപ്പെടുത്തണം. ഒരു കട്ടിലിൽ ഒരു പുതപ്പിന് കീഴിൽ ഉറങ്ങിക്കൂടാ. 10 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിപൂർവമായിട്ട് ഇസ്ലാം സംസാരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ വികാരങ്ങൾ അറിയാവുന്ന ആ മനുഷ്യൻ എന്ന പ്രോഡക്റ്റിന്റെ അത് നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവായ അള്ളാഹുവിനറിയാം എന്താണ് ഈ മനുഷ്യൻ, എന്താണ് അവന്റെ ചിന്ത, അവന്റെ ബുദ്ധി എവിടെ, അവന്റെ വൈകാരിക തലങ്ങൾ ഏതെല്ലാം വിധത്തിൽ പൊട്ടിപ്പുറപ്പെടും. അതറിയാവുന്ന നാഥൻ കൃത്യമായി തന്നെ മുന്നറിയിപ്പുകൾ സമൂഹത്തോട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്രത്തോളം ഇസ്ലാം കുടുംബാന്തരീക്ഷങ്ങളിൽ വരെ അത് ശ്രദ്ധിക്കുകയാണ്. പിന്നെ പറയാനുണ്ടോ ഹോസ്റ്റലുകൾ, പിന്നെ പറയാനുണ്ടോ ക്യാമ്പസുകൾ, പിന്നെ പറയാനുണ്ടോ തൊഴിലിടങ്ങൾ, പിന്നെ പറയാനുണ്ടോ ഒരുമിച്ച് കഴിയുന്ന സ്ഥലങ്ങൾ. ആരായിരുന്നാലും അത് പ്രായപൂർത്തിയെത്തിയവരാവട്ടെ അല്ലാത്തവരാവട്ടെ പാടില്ല എന്ന് കർശനമായി ഇസ്ലാം വിലക്കിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിപ്പോർട്ടുകളിൽ കാണാം, മൻ മാത മിൻ ഉമ്മത്തി യഅമലു അമല ഖൗമി ലൂത്ത് നഖലഹു അല്ലാഹു തആല ഹത്താ യുഹ്ശറു മഅഹും. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത ചെയ്ത ഈ വൃത്തികെട്ട സംസ്കാരം ചെയ്തുകൊണ്ട് ഒരാൾ എന്റെ സമുദായത്തിൽ നിന്ന് മരിച്ചുപോയാൽ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നരകത്തിന്റെ അതേ കേന്ദ്രത്തിലേക്ക് ഇവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. തീർന്നില്ല, ഗൗരവം മനസ്സിലാക്കിക്കോ. മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി. ആരെങ്കിലും നിങ്ങൾ കണ്ടെത്തിയാൽ, എങ്ങനെ യഅമലു അമല ഖൗമി ലൂത്തിൻ, ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത ചെയ്തിട്ടുള്ള ഈ സ്വർഗ്ഗരതി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സമ്പ്രദായം ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടെത്തിയാൽ ഇസ്ലാമികമായ നിർദ്ദേശം അവിടുത്തെ ഭരണാധികാരികളോട് ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, 2 ആളെയും കൊന്നുകളഞ്ഞേക്കണം. 2 ആളെയും കൊല്ലണമെന്നാണ് നിയമം. 2 ആളെയും അഥവാ ചെയ്തവരെയും വിധേയനായവനെയും കൊന്നുകളയണം എന്നാണ് നിയമം. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിലുള്ള തെളിവുകളൊക്കെ ക്രോഡീകരിച്ച് സംസാരിച്ചതിന്റെ ശേഷം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇജ്മാ ഉണ്ട് എന്നാണ് പറയുന്നത്. സഹാബിമാരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമൊക്കെ സ്വഹാബത്തിന്റെ ഇടയിലോ ശേഷക്കാരിലോ അഭിപ്രായ വ്യത്യാസമില്ല. ഏത് കാര്യത്തിൽ? അന്നമൻ ഫഅല ഹാദൽ ഫിഅല യുഖ്തൽ, ഈ നീച പ്രവൃത്തി ചെയ്യുന്നവരെ കൊന്നുകളയേണ്ടതാണ്. അതില്ലാർക്കും തർക്കമില്ല. പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ എന്ത് വിഷയത്തിലാണ് തർക്കമുള്ളത്? വഇൻകാനു ഇഖ്തലഫൂ ഫീ സിഫത്തിൽ ഖത്ൽ, കൊല്ലേണ്ട രൂപം എങ്ങനെയാ എന്നതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ.
കൊല്ലണം എന്നതിൽ തർക്കമില്ല. ചെയ്തവനെയും കൊല്ലണം, അനുസരിച്ചു കൊടുത്തവനെയും കൊല്ലണം. കാരണം അവൻ അംഗീകരിച്ചിട്ടാണ്. അതേ അവസരത്തിൽ വളരെ ഗൗരവമായി കൊണ്ട് പണ്ഡിത ലോകം ചർച്ച ചെയ്തു. പണ്ഡിതന്മാർക്കിടയിൽ കൊല്ലണം എന്നതിൽ തർക്കമില്ല. കൊല്ലേണ്ട രൂപമാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായം, ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത ശിക്ഷിക്കപ്പെട്ടതുപോലെ ഇത്തരം വ്യക്തികൾക്ക് ശിക്ഷ കൊടുക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്നറിയോ? ആ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകണം, എന്നിട്ട് ഏറ്റവും ആയുള്ള സ്ഥലത്തേക്ക് അവനെ എറിയണം. അതിന്റെ പുറമെ വമ്പിച്ച കല്ലുകൾ എടുത്തിട്ട് അവനെ വീണ്ടും എറിയണം. അങ്ങനെ കൊന്നുകളയണം, വെറും കൊല്ലലല്ല. കാരണം ലൂത്ത് അലൈഹി ഇസ്ലാം നേരെ മുകളിലേക്കാണ് പൊക്കി കൊണ്ടുപോയിട്ടല്ല, നേരെ അടിയിലേക്ക് മലർത്തി അടിക്കുന്നത്. അതൊക്കെ ഇവനും കിട്ടണം. അങ്ങനെ അടിച്ച് മേലേക്ക് എത്ര ഉയരത്തിലുള്ള ഒരു രാജ്യത്തെ സ്ഥലമുണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് അവനെ താഴോട്ട് മലർത്തി അടിക്കണം. അതിന്റെ പുറമെ കല്ലുമഴയും കിട്ടിയില്ലേ, കല്ലും കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു. അതാണല്ലോ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ നാട്ടുകാരെ ചെയ്തത്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായവും അതന്നെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ യുഖ്തലു ബിൽ ഹിജാറ, അവരെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലണം, സംശയമൊന്നുമില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് ഇത് വളരെ ഗൗരവത്തോടുകൂടി ദുന്യാവിലും ആഖിറത്തിലും അവർക്ക് കടുത്ത ശിക്ഷയാണ് ഇതിന് നൽകപ്പെടേണ്ടത് എന്നും അങ്ങനെ തന്നെയാണ് നൽകേണ്ടത് എന്നുമൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ധാരാളമായിട്ട് ചർച്ച ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ഷാഫി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, പണ്ഡിതന്മാർ, സഹാബിമാർ, ഇവരൊക്കെ ഈ കാര്യത്തിൽ വളരെ കൃത്യമായി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്ന് കൃത്യമായ നിലക്ക് തെളിഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം ഗവർണറായിരിക്കുന്ന സമയത്ത് ആ നാട്ടിൽ ഒരു മനുഷ്യൻ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കപ്പെടുന്നത് പോലെ ഇങ്ങനെ ആൺവേശ്യയായി നടക്കുന്ന ഒരാളെ കുറിച്ച് അറിയിപ്പ് കിട്ടിയപ്പോ താൻ ഗവർണറാണ് ആ പ്രദേശത്ത്, ഖാലിദ് റളിയല്ലാഹു തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന രാജ്യത്തിന്റെ അമീറിലേക്ക് കത്തെഴുതി, ഇങ്ങനെ ഒരാളുടെ എന്താ ഇയാളെ ചെയ്യേണ്ടത്? ഫസ്തശാറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസ്സഹാബ റളിയല്ലാഹു അൻഹും, അവിടെ കിട്ടാനുള്ള സഹാബത്തിനെ മുഴുവനും വിളിച്ചു വരുത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് കൂടിയാലോചന നടത്തി, മുശാവറ നടത്തി. ആ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ പറഞ്ഞു, എന്ത്? മാ ഫഅല ഹാദാ, ഈ നീച പ്രവൃത്തി മുൻഗാമികളായ സമൂഹത്തിൽ നിന്ന് ഒരു കൂട്ടരെ ചെയ്തിട്ടുള്ളൂ, അവർക്ക് കൊടുത്തത് തന്നെ കൊടുക്കണം. മാത്രല്ല അലി റളിയല്ലാഹു തആല അൻഹുവിന് പുറമെ പറഞ്ഞു, കത്തിച്ചു കളയണം എന്ന് വരെ പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗവർണർക്ക് കത്തെഴുതി ശിക്ഷ നടപ്പിലാക്കി കത്തിക്കാൻ തീമഴ കൊണ്ടുള്ള കല്ലും വന്നില്ലേ, കത്തിക്കണം എന്ന് വരെ പറഞ്ഞു. അത്ര ഗുരുതരമായിട്ടാണ് പണ്ഡിതന്മാർ ഈ രൂപത്തിലുള്ള വൃത്തികെട്ട സമ്പ്രദായത്തെ കണ്ടിട്ടുള്ളത്. കൊല്ലണം എന്നതിൽ തർക്കമൊന്നുമില്ല, എങ്ങനെ കൊല്ലണം എന്നുള്ളതിൽ തർക്കമുള്ളൂ. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ബാധ്യതകളൊന്നുമില്ല, പെണ്ണുങ്ങളല്ലോ, ഗർഭാവുന്ന പ്രയാസമില്ല, പേടിയില്ല, ഒന്നുമില്ല. അതിനൊക്കെ പല ന്യായീകരണങ്ങളും പറഞ്ഞ് വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു സംസ്കാരം, ഇഷ്ടം പോലെ കാശും പണവും കൊണ്ട് പ്രലോഭിപ്പിച്ചിട്ട് നമ്മുടെ ടീനേജുകാരായ മക്കളെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും സെക്കൻഡറി സ്കൂളുകളിലും ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ പ്രാഥമികമായ ലോവർ ഹയർ സ്ഥാപനങ്ങളിലുമൊക്കെ വശീകരിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മുടെ കേരളത്തിൽ വരെ ഇതിന് വേശ്യ ഏജന്റുമാര് പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊരിക്കലും മറന്നുപോകരുത്. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം. ഇവൻ എവിടെ പോകുന്നു, ആരുമായി കൂട്ടുകൂടുന്നു? നമ്മൾ സ്നേഹം കൊടുക്കാതാകുമ്പോൾ സ്നേഹം കൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ട് ആവശ്യമായ നിലക്കുള്ള നിറയെ പണവും അതുപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിലെ താമസവും അതുപോലെ തന്നെ ഏറ്റവും വലിയ 5 സ്റ്റാർ സമാനമായ നിലക്കുള്ള ഫുഡും അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള വില കൂടിയ ജീവിതത്തിന്റെ ആഡംബര വസ്തുക്കളായ വസ്ത്രവും അതുപോലെ തന്നെ മോട്ടോർ ബൈക്കും അതുപോലെ തന്നെ വമ്പിച്ച വിലയിലുള്ള ആ രൂപത്തിലുള്ള പല സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും മൊബൈൽ ഫോണുകളും ഒക്കെ ഓഫർ ചെയ്ത് വല വീശി പിടിക്കേണി ആൺവേശ്യകളെ. നമ്മളെ മനസ്സിലാക്കിയിരിക്കണം. അവരെ പലപ്പോഴും ആളുകൾ കാണൂല, പെൺവേശ്യകളെ പലപ്പോഴും കാണും, ഇവരത്ര ശ്രദ്ധിക്കൂല. അതാണ് ശരിക്കും ഉപയോഗപ്പെടുത്തുന്നതും. അങ്ങനെ വൃത്തികെട്ട ഈ ഒരു സംസ്കാരത്തിന് വിധേയരാകുന്നവർ എമ്പാടും നമുക്ക് ചുറ്റുമുണ്ട്. അള്ളാഹുവിന്റെ ശാപമുണ്ട് അവർക്കെന്ന് പ്രവാചകൻ പറഞ്ഞു. അവർ കൊല്ലപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ പണ്ഡിതന്മാർ 2 വിഭാഗത്തെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. എന്ത്? കൊല്ലണം എന്ന് പറഞ്ഞതിൽ നിന്ന് 2 വിഭാഗത്തെയാണ് ഒഴിവാക്കിയത്. അതേതൊക്കെയാ? ഒന്ന്, മൻ ഉക്രിഹ അലൽ ലിവാത്ത്,
ആരെങ്കിലും ഈ രൂപത്തിലുള്ള സ്വവർഗരതിക്ക് നിർബന്ധിക്കപ്പെട്ടാൽ അടിമുഖേനയോ അല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ പറഞ്ഞതിന് വിധേയമായി കൊള്ളണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ചു ഒരാളെ ചെയ്യുകയാണെങ്കിൽ അവന്റെ മേൽ ഹദ്ദ് നടപ്പാക്കപ്പെടേണ്ടതില്ല. കാരണം അവൻ അതിന് സ്വമേധയാ വഴങ്ങിക്കൊടുത്തതല്ല, അവൻ ആശിച്ചതല്ല, അവൻ അതുകൊണ്ട് പണം സമ്പാദിക്കാൻ ആൺവേശ്യയായതല്ല, അതിനുവേണ്ടി തയ്യാറായതല്ല. വളരെ ഗൗരവമായി ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഒരിക്കലും അംഗീകരിച്ചുകൊണ്ടല്ല, നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോയി ബലാത്കാരമായി കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്തതാണെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടവനല്ല, ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെടേണ്ടവനല്ല. രണ്ടാമത് പറഞ്ഞത് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടിയാണെങ്കിൽ, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത ഒരു കുഞ്ഞു മോനെയാണെങ്കിൽ അവനിൽ ഈ കൊലക്കുറ്റം, ഈ കൊന്നുകളയുക എന്ന ഹദ്ദ് നടപ്പിലാക്കപ്പെടേണ്ടതില്ല. എന്നാലും അവന് അദബ് പഠിപ്പിക്കണം. അവന് യോജിക്കുന്ന നിലക്കുള്ള ഈ നികൃഷ്ടമായ പ്രവൃത്തിയും ഈ നീചമായ കർമ്മവും ചെയ്യുന്ന മേലാലിന് ഉണ്ടാകരുതെന്ന നിലക്കുള്ള മുന്നറിയിപ്പ് നൽകുന്ന നിലക്കുള്ള, അതിനുതകുന്ന നിലക്കുള്ള ശിക്ഷ എന്താണെങ്കിൽ ആ രാജ്യത്തെ ഖാദി തീരുമാനിച്ചിട്ട് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും അവനക്ക് വേണ്ട ശിക്ഷ അവനക്കും കൊടുക്കണം. പക്ഷെ കൊല്ലുക എന്ന് പറയുന്നതിൽ നിന്ന് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തത് കൊണ്ട് അവന് ഇളവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാണ്. വനഖല ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഫിൽ മുഗ്നി, അൽ മുഗ്നി എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, ലാ ഖിലാഫ ബൈനൽ ഉലമാ, ലാ ഖിലാഫ ബൈനൽ ഉലമാ, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഫി അന്നൽ ഹദ്ദ, ഈ ശിക്ഷാരീതി ലാ യുഖാമു അലൽ മജ്നൂൻ, ഒരു ഭ്രാന്തന്റെ മേൽ നടപ്പിലാക്കാൻ പാടില്ല. മാനസിക രോഗിയാണ്, അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ എന്താ പ്രവർത്തിക്കുന്നത്, അയാളുടെ മേൽ എന്താ വിധേയമാക്കിയതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തൊരു മജ്നൂനിന് ഈ വിധി ബാധകമല്ല. പ്രായം തികഞ്ഞിട്ടില്ലാത്ത, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾക്കും ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാണ്. സഹോദരങ്ങളെ, രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീചവും നികൃഷ്ടവുമായ പ്രവൃത്തി കാരണത്താൽ ഒരു രാജ്യം ഇനി കീഴ്മേൽ മറിക്കപ്പെട്ട് ശിക്ഷിക്കുന്ന ഒരു സമ്പ്രദായം വരില്ലെങ്കിലും നീചമായ പ്രവർത്തനങ്ങളൊക്കെ രാജ്യത്ത് പെരുകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലം തൽഹരിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഹത്താ യുഅലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം അല്ലദീന മദൗ. 5 കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മുന്നറിയിപ്പ് കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ആ കാലം വ്യാപകമായി വരുന്നതിന്റെ മുമ്പേ നിങ്ങൾ ആ കാലത്തേക്ക് എത്താതിരിക്കട്ടെ, എനിക്ക് വല്ലാത്ത പേടിയുണ്ടെന്ന് പറഞ്ഞു ആമുഖത്തോടെ ഗുരുതരമായ 5 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ലം തൽഹരിൽ ഫാഹിഷ, നീചപ്രവൃത്തി. അത് സ്വർഗരതിയാണെങ്കിലും വിചാരമാണെങ്കിലും എന്താണെങ്കിലും നീചപ്രവൃത്തി ഒരു സമൂഹത്തിൽ വ്യാപകമായി പടർന്നു പിടിക്കുന്ന കാലം വന്നാൽ എത്രത്തോളം അവരത് പരസ്യമായി ചെയ്യും. ഒരു സ്വകാര്യതയും കുറ്റബോധമൊന്നും ഉണ്ടാവില്ല. അതാണെന്ന് മീഡിയകൾ ലൈവായി ലോകത്ത് കാണിച്ചു കൊടുക്കുകയാണ്. വൃത്തികെട്ട ചാനലുകൾ അത് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതും കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മളെ കുട്ടികളെ വലവീശി പിടിക്കുന്നത്. ഓർക്കണം, ഇത് ചെയ്യുന്ന വൃത്തികെട്ട പിശാചുക്കളുടെ മുഴുവൻ ശേഖരങ്ങളിൽ ആൽബങ്ങൾ ധാരാളമാണ്, നിരവധിയാണ്. അത് വെച്ചാണ് ഇരയെ അവർ പിടിക്കുന്നത്. പിന്നെ ഇഷ്ടം പോലെ പണം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 സ്റ്റാർ ഹോട്ടലുകളുടെ താമസം, അവിടുത്തെ ഫുഡ്, വില കൂടിയ മൊബൈലുകൾ, വാഹനങ്ങൾ എല്ലാം ഓഫർ ചെയ്യുമ്പോ ഇതിലേക്ക് ഇരകൾ ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിൽ ഈ ഫാഹിഷത്തെ പടർന്നു പിടിച്ച് അത് പരസ്യമായി ചിത്രീകരിച്ച് അത് പരസ്യമായി കൊണ്ടിരിക്കുന്ന കാലത്താകുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഫശാ ഫീഹിം അത്താഊൻ, ആ രാജ്യത്ത് മഹാവ്യാധികൾ പടർന്നു പിടിക്കും. പ്ലേഗ് പടർന്നു പിടിക്കും. അതൊരു രോഗം, അന്നത്തെ കഠിന രോഗം പറഞ്ഞതാണ്. എന്നാൽ ഖിയാമത്ത് നാൾ വരേക്കും ഇനി എന്തൊക്കെ വരാനുണ്ടോ അതൊക്കെയും മുഴുവൻ അല്ലാഹുവിന്റെ റസൂല് റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവചിച്ച വാചകമായി ഇനി വരാൻ പോകുന്നത് വേദനകളും മഹാമാരികളുമാണ് ഇറങ്ങാൻ പോകുന്നത്. എങ്ങനെയുള്ള വേദനകളും രോഗങ്ങളുമാ വരുന്നത്? ലം തകുൻ ഫീ അസ്ലാഫിഹിൽ മദൗ, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു രാജ്യത്തും വന്നിട്ടില്ലാത്ത മഹാവ്യാധികളും രോഗങ്ങളുമാണ് അതിലൂടെ ലോകത്ത് പടർന്നു പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സിഫിലിസ് അടക്കമുള്ള ലൈംഗിക രോഗങ്ങള്, ഗൊണോറിയ അടക്കമുള്ള ലൈംഗിക രോഗങ്ങള്,
അതുപോലെ തന്നെ വൃത്തികെട്ട എല്ലാ രോഗങ്ങളും, എബോള എന്ന് പറയുന്ന മാറാവ്യാധി, അതേ ഏറ്റവും അവസാനമായി നൂറ്റാണ്ട് മുഴുവനും കിടിലം കൊള്ളിച്ചുകൊണ്ട് തൊടാനും അതുപോലെ തന്നെ ചികിത്സിക്കാനും ചികിത്സിച്ച ഡോക്ടർമാര് പോലും എയ്ഡ്സ് രോഗിയാണ് മരിച്ചതെന്നറിഞ്ഞപ്പോ നമ്മുടെ കേരളത്തിലതാ ധാരാളക്കണക്കിന് ഡോക്ടർമാർ ഇന്നും നിരീക്ഷണത്തിൽ കഴിയുന്നു. അവരെന്താ ചെയ്തെന്നറിയോ? മരിച്ച രോഗി എയ്ഡ്സ് രോഗിയാന്ന് പിന്നെ മനസ്സിലായത്. എയ്ഡ്സ് രോഗിയാന്ന് പിന്നെ അറിഞ്ഞപ്പോ ഡോക്ടർമാരൊക്കെ ബേജാറായിപ്പോയി, എല്ലാവരും ബേജാറായിപ്പോയി. കാരണം ആ രോഗിയുടെ ബോഡിയിൽ നിന്ന് രക്തം മറ്റു ഡോക്ടർമാരുടെ കൈകളിലായതുണ്ട്, സിറിഞ്ച് ഉപയോഗിച്ചവരുണ്ട്, ഒക്കെ ഉണ്ട്. ആ ഡോക്ടർമാരൊക്കെ ഇന്നും ഭയത്തിലാണ്. ഒക്കെ പ്രിക്കോഷൻ, മുൻകരുതൽ എന്ന നിലക്ക് അവരിന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് പാശ്ചാത്യൻ വെസ്റ്റേൺ രാജ്യത്തെ കഥയെല്ലാം പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ മൊത്തം നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ പ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു ആസ്പത്രിയിൽ വെച്ച് നടന്ന ഒരു മരണം എയ്ഡ്സ് രോഗിയായിരുന്നു എന്ന് മനസ്സിലായി. എയ്ഡ്സ് എന്ന് പറയുന്ന മഹാമാരി ഇന്ത്യ അതിന്റെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ മാരകമായി ലഹരിബാധിതരും അതുപോലെ തന്നെ വൃത്തികെട്ട ഈ രോഗത്തിന്റെ ഉടമകളുമായി മാറുകയാണ്. ഏറ്റവും കൂടുതൽ അത് പടർന്നു പിടിച്ചത് രാജ്യാന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോറി ഡ്രൈവർമാരിലൂടെയെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുപ്പുകൾ തെളിയിച്ചു കഴിഞ്ഞു. 95% ഇതിന്റെ രോഗികളുടെ ആദ്യകാല ഹിസ്റ്ററി പരിശോധിച്ചു നോക്കിയപ്പോൾ ഇവരൊക്കെയും സ്വവർഗരതിയുടെയും വ്യഭിചാരത്തിന്റെയും വക്താക്കളായിരുന്നു എന്ന റിസൾട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടു കഴിഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലൗജാഉല്ലത്തി ലം തകുൻ ഫി അസ്ലാഫിഹിം അല്ലദീന മദൗ. മുമ്പ് കഴിഞ്ഞ നാട്ടുകാർക്കും ജനങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത രോഗങ്ങൾ, പണ്ട് എയ്ഡ്സ് എന്ന് കേട്ടിട്ടില്ല, പക്ഷെ ഇന്ന് ലോകം ഞെട്ടിവിറക്കുകയാണ്. ലോകമാസകലം ഞെട്ടിവിറക്കുകയാണ്. ചികിത്സ ഇന്നും കണ്ടെത്തിയിട്ടില്ല. ഇഞ്ചിഞ്ചായി മനുഷ്യന്റെ ബോഡിയിലെ പ്രതിരോധ ശേഷി അങ്ങ് നശിച്ചുപോയി. ഒരു ചെറിയ ജലദോഷം പോലും താങ്ങാനാവാതെ നീറി ഇഞ്ചിഞ്ചായി പടഞ്ഞു മരിച്ചു പോകുന്ന മഹാവിപത്തെന്ന മാരകമായ മഹാമാരിയാകുന്ന എയ്ഡ്സ് ലൈംഗികമായ അരാജകത്വത്തിന്റെ സന്തതിയാണത്. അതിന്റെ റിസൾട്ടാണത്, അതിന്റെ നതീജയാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാചകം വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ദുരന്തം കാരണത്താൽ പല ദാമ്പത്യ ജീവിതങ്ങളിലും ആർക്കും പെണ്ണിന് വേണ്ട, ഭാര്യയുള്ളവർക്ക് പോലും ആൺകുട്ടികളുമായി സമീപിച്ച് ശീലമുള്ളവർക്ക് തന്റെ ഭാര്യയുടെ കൂടെ ലൈംഗികമായ സുഖം പങ്കുവെക്കാൻ കഴിയാതെ അവൻ തളർന്നവശനായി അവന്റെ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന ദുരന്തത്തിലേക്ക് അത് വഴുതി മാറുകയാണ്. വൃത്തികെട്ട രോഗങ്ങളുടെ വക്താക്കളായി മാറുകയാണ്. വളരെ മോശപ്പെട്ട നിലക്ക് അതിന് വിധേയരാകുന്നവരും ചെയ്യുന്നവരും എല്ലാ രൂപത്തിലുള്ള പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര രൂപത്തിലുള്ള മഹാമാരികൾക്ക്, രോഗങ്ങൾക്ക് മനുഷ്യൻ അതിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പറയുന്നു, പെട്ടുപോയവരുണ്ടെങ്കിൽ രക്ഷാമാർഗമുണ്ട്. പെട്ടുപോയവർ ഉണ്ടെങ്കിൽ രക്ഷാമാർഗമുണ്ട്. എന്താണ്? അത്തൗബത്തുൻ നസൂഹ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, ആത്മാർത്ഥമായി റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിനോട് കരഞ്ഞു പറയുക, ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന് പറയുക. പടച്ച റബ്ബിലേക്ക് ഇഖ്ലാസോടുകൂടെ മുന്നോട്ട് പോയാൽ അല്ലാഹു അത്തരം നീച പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാതിരിക്കുകയില്ല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വൃത്തികെട്ട രൂപത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് അല്ലാഹു വഴിതിരിച്ചു വിട്ടു എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു തആല പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. വളരെ ഇഖ്ലാസുള്ള ഒരു അടിമയായിരുന്നു അദ്ദേഹം. ഇഖ്ലാസിന്റെ നിറകുടമായിരുന്ന യൂസുഫ് അലൈഹിസ്സലാമിനെ ചതിക്കാൻ ഒരാൾക്കും സാധിച്ചില്ല. അപ്പോ അവിടെയൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് സൂവും ഫഹ്ശാവും, നീചവും നികൃഷ്ടവും വൃത്തികെട്ടതുമായ എല്ലാത്തിനെയും വഴിതിരിച്ചു വിട്ടു എന്ന് പറയാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ സഹനം, ഈ തിന്മ ചെയ്യാൻ ആ നിലക്കുള്ള തോന്നൽ വരുന്ന മനുഷ്യൻ അങ്ങേയറ്റം സഹിച്ച് ക്ഷമിച്ച് റബ്ബിന്റെ കൃത്യമായ ശിക്ഷയെ സംബന്ധിച്ച് ഒരു രാജ്യത്തെ മുഴുവനും തകിടം മറിക്കാൻ വിധേയമാക്കിയ, ഒരു രാജ്യം മുഴുവനും ചുട്ടുപഴുത്ത ചൂളയിൽ വെക്കപ്പെട്ട കല്ലുകളാൽ എറിഞ്ഞു കൊല്ലാനും കീഴ്മേൽ മലർത്തി അടിച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെടാനും കാരണമായൊരു മഹാപാതകത്തിന് ഞാൻ ഒരിക്കലും വിധേയനാവുകയില്ല, ഞാനതിന് തയ്യാറാവുകയില്ല എന്ന് കൃത്യമായി മനുഷ്യൻ പഠിക്കുകയും ബോധവൽക്കരണം അവന്റെ ജീവിതത്തിൽ അവൻ തന്നെ നടത്തുകയും അള്ളാഹുവിനോടുള്ള മഹബത്തും ഭയവും, അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും അവന്റെ മനസ്സിൽ നിലനിർത്തുകയും 5 നേരം മുസ്ലിമീങ്ങൾ പങ്കെടുക്കുന്ന ജമാഅത്തിൽ കൃത്യമായി തന്നെ അവൻ പങ്കെടുക്കുകയും
സുന്നത്ത് നോമ്പുകളെ അധികരിപ്പിക്കുകയും വിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞും ആശയം പഠിച്ചുകൊണ്ടും പഠനവും പാരായണവും മനഃപ്പാഠമാക്കലും വർദ്ധിപ്പിക്കുകയും ദിനേന നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന, നിലനിർത്തി കൊണ്ടുപോകേണ്ടുന്ന, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉറങ്ങുന്നതുവരെ ചൊല്ലാനുള്ള ദിക്റുകളും ദുആകളും അർത്ഥവും ആശയവും പഠിച്ചുകൊണ്ട് നമ്മളത് നടപ്പിലാക്കുകയും നാളെ പരലോകത്ത് നമുക്ക് ലഭ്യമാകാനുള്ള സ്വർഗീയ സുഖ സൗകര്യങ്ങൾ എനിക്ക് നഷ്ടമാകുമെന്ന നഷ്ടബോധത്തെക്കുറിച്ച് ഓർക്കുകയും എത്രയും പെട്ടെന്ന് ഇസ്ലാമികമായി നിയമവിധേയമായിട്ടുള്ള വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമ്പ്രദായങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രാജ്യവ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട സമ്പ്രദായമാണ് സ്വവർഗരതി എന്ന് പറയുന്നത്. അതറിയാതെ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമുക്കിടയിൽ സുലഭമാണ്. വളരെ കരുതൽ വേണം. കുട്ടികളെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം. ഞാൻ ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ്, കൗമാര പ്രായത്തിന്റെ ചാപല്യങ്ങളിൽ പെട്ടുകൊണ്ട് മോശമായ ഇത്തരത്തിലുള്ള ഇരകളുടെ വേട്ടക്കാരുടെ ഇരകളായി മാറുന്ന ദുരന്തം ഒരു കണ്ണ് വേണം. അത് നാട്ടിലായാലും എവിടെയാണെങ്കിലും അത് വളരെ ഗുരുതരമാണ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഒരു സമൂഹം എത്രത്തോളം കീഴ്മേൽ മറിക്കപ്പെട്ട ഒരു ശിക്ഷ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് ഉറപ്പെടുത്തുകയാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞത് കേട്ടില്ലേ, ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ മുതവസ്സിമീൻ വഇന്നഹാ ലബിസബീലിൻ മുഖീം. ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ മുഅ്മിനീൻ. ഈമാനുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് വൃത്തികെട്ട ഒരു ലോകം വൃത്തികെട്ട സ്വഭാവങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ക്ലിപ്പുകളുണ്ട്, അതിന്റെ പ്രത്യേകമായ മഹത്വങ്ങൾ പറയുന്ന സംവിധാനങ്ങളുണ്ട്, അതിന് ഏജന്റുമാരുണ്ട്, കൂട്ടിക്കൊടുപ്പുകാരുണ്ട്, എല്ലാം നമുക്കിടയിലുണ്ട്. ഗൗരവത്തോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ലോകം ഇന്നതിന്റെ പിടിയിലാണെന്ന് നമ്മൾ അറിയുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടത് ഇതിന്റെ ഏറ്റവും മുഖ്യ ഇരകളാക്കി മാറ്റുന്നത് ആദ്യം കൊടുക്കും കഞ്ചാവ്, അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ. ആ രൂപത്തിലുള്ള മുഖദ്ദറാത്തുകൾക്ക്, മയക്കുമരുന്നുകൾക്ക് വളരുന്ന തലമുറയെ വിധേയമാക്കി ഇനി ഇവനെ ഞാൻ എന്തു പറഞ്ഞാലും എനിക്ക് കീഴ്പ്പെടുന്ന ഒരവസ്ഥയോളം അവനെ മാറ്റിയെടുത്ത് പിന്നെ ഈ വേട്ടക്കാരന്റെ ഏത് ആഗ്രഹ നിവർത്തിക്കും അവൻ ലൈവായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന വീഡിയോ ക്യാമറയ്ക്ക് മുമ്പിൽ പോലും കിടന്നു കൊടുക്കുന്ന ദുരന്തമാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത വേണം, ഗുരുതരമാണ്, വളരെ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള എല്ലാ നികൃഷ്ടമായ ചിന്തകളിൽ നിന്നും വിചാര വികാരങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗുരുതരമായ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനികമായ ഏറ്റവും വലിയ തിളക്കം നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള ഘട്ടമാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആസ്പത്രികളിലും വീടുകളിലുമൊക്കെ രോഗികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സമ്പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യം നൽകിക്കൊണ്ട് വീണ്ടും പ്രവർത്തന രംഗങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹുവേ നീ അവർക്കെല്ലാം തൗഫീക്ക് നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹുവേ അവരുടെ വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.